എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് വെള്ളക്കടല മസാല ഉണ്ടാക്കാം. അതിനാവശ്യമായത് ഒരു 300 ഗ്രാം കടല ഒരു ദിവസം മുന്നേ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തൊരു 12 മണിക്കൂർ. അതിനുശേഷം കുക്കറിൽ ഒരു 4 വിസിൽ വരുന്ന അടുപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള മസാല. അതിനുശേഷം നമ്മൾക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങയരപ്പ് ഉണ്ടാക്കണം. തേങ്ങയരപ്പിനെ ഞാൻ ഒരു മൂടി തേങ്ങ അതിലോട്ട് കുറച്ച് 1 സ്പൂൺ പെരുംജീരകം, 2 പട്ട, ഒരു 3 ഗ്രാമ്പു, 1 സ്റ്റാർ അനൈസ് ഇതിലോട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് അരച്ചതിന് ശേഷം നമ്മൾ ഈ തിളയ്ക്കുന്ന കടലയിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം കുറുകി വരുന്ന സമയത്ത് നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ സ്ലോ ആക്കിയിട്ട് നിർത്തുക. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 20 ഗ്രാം വെളിച്ചെണ്ണ, 2 ഗ്രാം കടുക് നല്ലപോലെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് പെരുംജീരകം ഇടുക. നല്ല മണത്തിന് വേണ്ടി കുറച്ച് പെരുംജീരകം ഇടുക. പെരുംജീരകം ഇട്ടതിന് ശേഷം വെളുത്തുള്ളി, ഒരു 3 ഗ്രാം വെളുത്തുള്ളി ഇടുക. ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇടുക, അല്ലെങ്കിൽ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ വെളുത്തുള്ളി ബ്രൗൺ ആകുന്നവരെ കുക്ക് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് 2 സ്പ്രിംഗ് കറി ലീഫ്, ഒരു 1/4 ഭാഗം വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്ത് വലിയുള്ളി ആഡ് ചെയ്യുക. വലിയുള്ളി ആഡ് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ നല്ലപോലെ ബ്രൗൺ ആകുന്നവരെ നല്ല ചെറുതീയിൽ ഗോൾഡൻ ഫ്രൈ ആകുന്നവരെ നല്ലപോലെ വഴറ്റുക. ഗോൾഡൻ ഫ്രൈ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗോൾഡൻ ഫ്രൈ ആയതിനു ശേഷം നമ്മളതിലോട്ട് നമ്മുടെ തടുക്ക നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ചില്ലി പൗഡറും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും ഈ തടുക്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ തടുക്ക ഈ കടല മസാലയിലോട്ട് ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലൊരു അടിപൊളി പ്രിപ്പറേഷനാണ്. ഇത് നമ്മൾ പുലാവുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. ചപ്പാത്തി, തട്ടുദോശ, അതുപോലെ തന്നെ നമ്മുടെ പൂരി, ഭട്ടൂര, അതിനെല്ലാം കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രിപ്പറേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇത് എനിക്ക് എന്താ പറയുക, കടലകളിൽ വെച്ചുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. ഇത് പ്ലീസ് ഫോളോ ചെയ്യണം എല്ലാവരും. പ്ലീസ് ഫോളോ മൈ ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.